പ്രാർത്ഥന. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു പട്ടാളക്കാരൻ തൻ്റെ യൂണിറ്റിൽ നിന്ന് ഒറ്റപ്പെട്ട് ദ്വീപിൽ അകപ്പെട്ടുപോയി. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായതിനാൽ പുകപടലങ്ങളും എതിർപക്ഷത്തിൻ്റെ വെടിവെപ്പും കാരണം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായുള്ള ബന്ധം വിട്ടുപോയി. അങ്ങനെ കുറ്റിക്കാട്ടിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ശത്രുക്കൾ താൻ ഇരിക്കുന്ന ദിശയിലേക്ക് വരുന്നതിൻ്റെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു. അഭയത്തിനായി വെപ്രാളപ്പെട്ട അദ്ദേഹത്തിന് ഒരു ഉയർന്ന കുന്നിൽ കല്ലുകൾക്കിടയിൽ അനേകം ചെറു ഗുഹകൾ കാണാനിടയായി. വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു ഗുഹയിലേക്ക് അദ്ദേഹം ഇഴഞ്ഞു കയറി. എന്തായാലും ആ സുരക്ഷിതത്വം ക്ഷണനേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലാനായി ആ കുന്നു മുഴുവനും അരിച്ചു പെറുക്കുവാൻ ആരംഭിച്ചു. പെട്ടെന്നു തന്നെ അവർ ഗുഹകളിൽ തിരയാൻ തുടങ്ങി. മരണത്തിനായി കാത്തിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എൻ്റെ ജീവനോട് ദയ കാണിക്കണേ. എന്തുതന്നെ സംഭവിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിന്നിൽ അഭയം തേടുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ശത്രുക്കൾ അടുത്തു വരുന്നതും ശ്രവിച്ചുകൊണ്ട് ശാന്തനായി കിടന്നു. അദ്ദേഹത്തിൻ്റെ ചിന്ത നിരാശയിലൂടെ സഞ്ചരിക്കാൻ ആരംഭിച്ചു. ദൈവം ഈ മാരക ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല. അപ്പോഴാണ് ഒരു ചിലന്തി അദ്ദേഹത്തിൻ്റെ ഗുഹാ കവാടത്തിന് മുൻപിൽ വല നെയ്യാൻ ആരംഭിച്ചത്. അദ്ദേഹം ചിന്തിച്ചു, എനിക്കിവിടെ ഇഷ്ടിക ഭിത്തിയുടെ മറ ആവശ്യമുള്ളപ്പോൾ ദൈവം ഒരു ചിലന്തിയെ വല കെട്ടാൻ അയച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, അങ്ങയുടെ നർമ്മബോധം എത്ര മനോഹരം. പരിഹാസത്തോടെയുള്ള ഈ ആത്മഗതത്തിനു ശേഷം ശത്രുക്കൾ കൂടുതൽ അടുത്തെത്തുന്നതും ഓരോ ഗുഹയിലും മാറി മാറി തിരച്ചിൽ നടത്തുന്നതും ഗുഹയിലെ ഇരുട്ടിൽ കിടന്നുകൊണ്ട് നിരീക്ഷിച്ചു. അവസാന നിമിഷത്തിലേക്കായി തയ്യാറായ അദ്ദേഹത്തിന് പക്ഷേ കേൾക്കാനായത് പട്ടാളക്കാരുടെ നേതാവിൻ്റെ വാക്കുകളായിരുന്നു. നിങ്ങൾ ഏതായാലും ഈ ഗുഹയ്ക്കകത്ത് കയറി ബുദ്ധിമുട്ടണ്ട. അവന് ഈ ചിലന്തിവല പൊട്ടിക്കാതെ അകത്ത് കയറാനുള്ള കഴിവില്ല. ആരെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ തന്നെ ഇത് പൊട്ടിപ്പോകുമായിരുന്നു. ആ ഗുഹയിലോട്ട് തുറിച്ചു നോക്കിക്കൊണ്ട് അവർ സ്ഥലം വിട്ടു. പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട ആ പട്ടാളക്കാരൻ ഗുഹാ കവാടത്തിലെ ചിലന്തി വലയെക്കുറിച്ച് ബോധവാനായി. അത് കുറച്ചു കാലമായി ആ ഗുഹയിലോട്ട് ആരും പ്രവേശിച്ചിട്ടില്ല എന്ന തോന്നലുണ്ടാക്കാൻ കാരണമായി. ദൈവമേ, ക്ഷമിക്കണമേ, അദ്ദേഹം പ്രാർത്ഥിച്ചു. നിന്റെ ചിലന്തി വല ഇഷ്ടിക ഭിത്തിയേക്കാൾ ബലവത്താണെന്ന കാര്യം മറന്നുപോയി. ചില അവസരങ്ങളിൽ പ്രാർത്ഥന നമ്മുടെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നില്ല. പക്ഷേ അത് സാഹചര്യങ്ങൾക്ക് നേരെയുള്ള നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ടാക്കുന്നു. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നു. നമ്മുടെ ജീവിതം ആകെ മാറ്റുന്നു.